Hello friends, my name is JJ Johnson. Welcome to my channel. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഒരാളെയും നമ്മൾ താരതമ്യം ചെയ്ത് അഥവാ കമ്പയർ ചെയ്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളുടെ ഫിംഗർ പ്രിന്റ്. ഈ ഫിംഗർ പ്രിന്റ് ഈ ലോകത്തുള്ള എല്ലാവർക്കും വ്യത്യസ്തമായിട്ടായിരിക്കുന്നത്. നമ്മൾ പറയും ആ ഒരു വ്യക്തിക്ക് ഇന്ന കഴിവുണ്ട്, ഈ വ്യക്തിക്ക് ഇന്ന കഴിവുണ്ട്, അല്ലെങ്കിൽ നിന്റെ പോലെ തന്നെയാണ് ആ വ്യക്തിയും എന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ ആ കുട്ടി നന്നായി പഠിക്കുന്നുണ്ട്, നിനക്കെന്താ പഠിച്ചത്, അങ്ങനെ പല കുറ്റപ്പെടുത്തലും പല പരിഹാസങ്ങളും പല ആൾക്കാർ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാ വ്യക്തികൾക്കും അവരുടേതായ പല കഴിവുകളുണ്ട്. അത് വ്യക്തികൾ ചിലപ്പോൾ അറിയപ്പെടാതിരിക്കാം, ചില വ്യക്തികൾക്ക് അറിയാം, ചിലർക്ക് മറ്റൊരു സഹായത്തോടെ അത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു കഴിവിന് കണ്ടെത്താനും ആ കഴിവ് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രോത്സാഹനം നൽകാനുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും നമ്മളൊരാൾ കമ്പയർ ചെയ്യരുത്. ഓക്കെ, നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു വ്യക്തിക്ക് നല്ല ഒരു ജീവിത സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ അസൂയപ്പെടേണ്ട ആവശ്യം ഒരിക്കലുമില്ല. കാരണം നമുക്ക് നമ്മുടെ തന്നെ വിചിന്തനം ചെയ്ത് നമ്മൾ തന്നെ നോക്കി നമ്മുടെ കഴിവുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്കും അതിനേക്കാൾ മുകളിലെത്താൻ സാധിക്കും. ഇപ്പോഴത്തെ വ്യക്തികൾ എന്ത് ചെയ്യണം, ആ ഒരു വളർച്ചയെ നമ്മൾ അസൂയോടെ കാണുകയും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുകയും അവനെ കുറിച്ചാണ് നമ്മുടെ കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് പോലെ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. അല്ലാതെ നമ്മൾ സ്വയം നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യം വേറെ ആയിരിക്കും, നമ്മുടെ ജീവിത സാഹചര്യം വേറെ ആയിരിക്കും. അത് നമ്മൾ കണ്ടെത്താതെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്തിനാണ് നമ്മൾ കൂടുതലും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു സ്റ്റെപ്പ് നമ്മൾ പുറകോട്ട് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സ്റ്റെപ്പ് മുന്നിലേക്ക് പോകാനുള്ള അവസരം ആ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായ മാറ്റത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മൾക്ക് ഉണ്ടാകുന്ന ആ ഒരു നമ്മുടെ കഴിവുകളെ നമ്മൾ അങ്ങനെ മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സുകൾ ഒരാളെയും കമ്പയർ ചെയ്യാനോ ഒരാളെ നോക്കി കാണാനോ അവൻ അതുണ്ട് ഇവന് ഇതുണ്ട് അതൊന്നും ജഡ്ജ് ചെയ്യാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ എല്ലാ കഴിവുകളും നമ്മുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ഏത് ലെവലിലേക്കാണ് സ്കെയിൽ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി ചിന്തിച്ചാൽ മാത്രം പോരാ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ നമുക്ക് വേറെ ഉദാഹരണം ഞാൻ പറയാം. ഒരു വ്യക്തിക്ക് നമുക്കറിയുന്ന ആളായിരിക്കാം, അറിയാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടി പരിചയപ്പെട്ട ആളായിരിക്കും, നല്ലൊരു ജോലിയുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്ക് അങ്ങനത്തെ ജോലി കിട്ടിയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ ബിസിനസ് ഇല്ലല്ലോ. നമ്മൾ അങ്ങനെ ചിലപ്പോൾ ആ വ്യക്തിയുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ പല അനുകൂല ഘടകങ്ങൾ കൊണ്ട് കിട്ടിയതായിരിക്കാം. പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കില്ല. നമ്മൾ വിചാരിക്കും നമുക്കതില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് ഇതിന്റെ വേറൊരു ഭാഗമാണ് ഞാൻ പറയുന്നത്. നമ്മൾ അതിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളുടെ ചെറുതായാലും വലുതായാലും നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാനായി ശ്രമിക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇറ്റ്സ് സൈൻ ഓഫ് മീ, JJ Johnson.